ഉപനിഷത്തിലെ ഒരു ശാന്തി മന്ത്രമുണ്ട്. ആ മന്ത്രത്തിന്റെ പൊരുളെന്ന് പറയുന്നത് ആകാശം ശാന്തമാകട്ടെ, ഭൂമി ശാന്തമാകട്ടെ, സ്വർഗം ശാന്തമാകട്ടെ, ഔഷധങ്ങൾ ശാന്തമാകട്ടെ, വനസ്പതികൾ ശാന്തമാകട്ടെ, അതുപോലെ തന്നെ ദേവതകൾ ശാന്തമാകട്ടെ, അതിലൂടെ ഞാനും എൻ്റെ മനസ്സും ശാന്തമാകട്ടെ എന്ന ഒരു ശാന്തി പാഠമുണ്ട്. ഓം ദ്യൗ ശാന്തി അന്തരീക്ഷം ശാന്തി എന്ന് തുടങ്ങുന്ന ഒരു ശാന്തി മന്ത്രം. ഈ ശാന്തി എന്ന പദം പലപ്പോഴും രോഗങ്ങളുടെ ശാന്തി അല്ലെങ്കിൽ അസ്വസ്ഥതകളിൽ നിന്നുള്ള ശാന്തി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പലപ്പോഴും അതിന് അപ്പുറമായിട്ട്. ശരിക്കും മറ്റൊരു ശാന്തി പാഠം പറയുന്നുണ്ട്. ആപ്യായന്തു മമാങ്കാരി വാക്പ്രാണ ചക്ഷുശ്രോത്രം അധോബലം ഇന്ദ്രിയാണി തുടങ്ങുന്ന ഒരു മന്ത്രമുണ്ട്. അതിനകത്ത് പറയുന്നതും എന്റെ ലിൻസ്, എന്റെ കണ്ണ്, എന്റെ കാത്, എന്റെ വൈറ്റൽ എനർജി ഫോഴ്സ് അല്ലെങ്കിൽ പ്രാണശക്തി, ഇതെല്ലാം ശക്തി പ്രാപിക്കട്ടെ. ഒരു നല്ലൊരു ധ്യാന മന്ത്രമാണത്. ആപ്യായന്തു മമാങ്കാരി വാക്പ്രാണ ചക്ഷുസ്തോത്രം അധോബലം ഇന്ദ്രിയാണി സർവാണി എന്ന് തുടങ്ങുന്നത്. സർവം ബ്രഹ്മം, എല്ലാം ബ്രഹ്മമാണ്. പക്ഷെ ആ ബ്രഹ്മത്തിൽ നിഹിതമായിരിക്കുന്ന ദേവതകളായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ശക്തികൾ, എനർജി സെന്റേഴ്സ് എല്ലാം ബാലൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം, മനസ്സ് എല്ലാം സമതുലിതമായി ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ സമ്മേളിച്ച് അത് സമത്വം പ്രാപിച്ച് സമമായ ആധാനമായിട്ട് മാറുന്നതായിട്ടാണ് ഉപനിഷത്ത് പറയുന്നത്. ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ ആരോഗ്യം എന്ന് വിളിക്കുന്നത്. രോഗമില്ലാത്ത അവസ്ഥ. അത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതൊരു മാനസിക പ്രോബ്ലം ഇല്ലാത്ത അവസ്ഥയാൽ മാത്രമല്ല പറയുന്നത്. മെന്റലി നമ്മൾ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് അവയർനെസ് ഇരിക്കുന്നതിനെയാണ് നമ്മൾ മെന്റലി നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന്റെ അവയർനെസ് ക്ലാസ്സുകൾ കൂടുതൽ നൽകണം എന്നുള്ള ചിന്തയോടുകൂടി ഈ വർഷം നമ്മളിങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നത്. ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന, എന്നും എന്താ പറയുക, മെഡിക്കൽ സയൻസിനകത്ത് തന്നെ ഉള്ളൊരു വിസ്മയം എന്ന് പറയാവുന്ന ഒന്നാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പല വികാരങ്ങളും നമ്മുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോലുള്ള കാര്യങ്ങളും മറ്റൊക്കെയാണ്. ഈ ഇടയ്ക്ക് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കണ്ടുപിടിച്ചപ്പോൾ അതിന് സയന്റിസ്റ്റുകൾ കൊടുത്തിരിക്കുന്ന പേര് ആനന്ദമെയ്ഡ് എന്നാണ്. ആനന്ദമെയ്ഡ്. അപ്പൊ ഞാൻ ഈ പേര് ആദ്യം കണ്ടപ്പോ ഞാൻ വെറുതെ ഇതിന്റെ ഒരു റൂട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ആനന്ദ ബ്ലിസ് എന്ന് പറയുന്ന ആനന്ദം തന്നെയാണ്. അപ്പോ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ ഭദ്രദീപം കൊടുത്തി ഇത് ഉദ്ഘാടനം ചെയ്യുവാനും തുടർന്ന് നമ്മളെ എല്ലാവരും അറിവിനാൽ എൻലൈറ്റൻ ചെയ്യുവാനും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനത് വിളക്ക് കൊടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.